ഹായ്, രാവിലെ ഒരു യാത്ര പോവുകയാണ്. അപ്പോൾ അത് എവിടേക്കാണെന്നുള്ളത് ഞാൻ വഴിയേ പറയാം. അപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 6 മിനിറ്റായി. അപ്പോൾ നമുക്ക് പോയാലോ? ഒരുപാട് നാളായി നമ്മുടെ ചാനലിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. കാരണം മിക്കപ്പോഴും സമയം കിട്ടാറില്ല. അതുകൊണ്ടാണ്. എന്തായാലും മാക്സിമം ഞാൻ നോക്കാം വീഡിയോകളിടാൻ. എൻ്റെ വീഡിയോകൾ കൂടുതലും ട്രാവലിംഗ് ആണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് തെങ്കാശിയിലേക്കാണ്. എന്നെ കൂടാതെ 3 പേര് കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ തെന്മലയും കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരം വെളുത്തു തുടങ്ങി. ഇന്ന് ഞങ്ങൾ തെങ്കാശിയിലേക്ക് പോകുന്നത് സലീം കാക്കക്ക് ഹൗസ് വയറിങ്ങിൻ്റെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയാണ്. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് നമ്മളൊരു ചായ കുടിച്ചു. നമ്മൾ തെന്മല കഴിഞ്ഞു, അതുപോലെ തന്നെ ആര്യങ്കാവും കഴിഞ്ഞു. നമ്മൾ തമിഴ്നാടിൻ്റെ മണലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കേരള അതിർത്തി വിട്ട് തമിഴ്നാടിൻ്റെ മണ്ണിലെത്തിയിരിക്കുകയാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് പുളിയറ എന്നാണ്. ഇപ്പോൾ ഈ കാണുന്നത് പുളിയറ ചെക്ക് പോസ്റ്റാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് 2 സൈഡിലും വയലും കാണാനൊക്കെ നല്ല സ്ഥലങ്ങളാണ്. അപ്പോൾ നമുക്ക് നേരെ തെങ്കാശിയിലേക്ക്. അങ്ങനെ ഞങ്ങൾ തെങ്കാശി എത്തുന്നതിന് മുന്നേ ആയിട്ട് ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി. ഈ സ്ഥലം വ്ളോഗേഴ്സിന് ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. പ്രത്യേകിച്ച് തെങ്കാശിയിലേക്ക് വീഡിയോ എടുക്കാൻ വരുന്ന മിക്ക ആൾക്കാരും ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കാതെ പോകാറില്ല. ഇത്ര മനോഹരമായൊരു സ്ഥലമാണ്. രാവിലെ ആയതിനാൽ നല്ല കാറ്റും നല്ലൊരു അന്തരീക്ഷം. ഈ മനോഹാരിതയൊക്കെ വീഡിയോയിലാക്കിയിട്ട് ഞാൻ നോക്കിയപ്പോൾ നമ്മളെ കൂടെ ഉണ്ടാകുന്നവരെ കണ്ടില്ല. എന്തായാലും അവർ നടക്കാൻ ഇറങ്ങിയതാണെന്ന് മനസ്സിലായി. അങ്ങനെ അവരെ വേഗം ഞാനും കുറച്ച് ദൂരം പോയി. വഴിയിലൊരു കണിക്കൊന്ന കണ്ടു. അപ്പോൾ റോഡെല്ലാം നല്ല മനോഹരമായിട്ട് ടാർ ചെയ്തിട്ടുണ്ട്. കശുമാവിൻ്റെ തോട്ടവും മാവിൻ്റെ തോട്ടവുമാണ്. എന്തായാലും എൻ്റെ കൂടെ ഉണ്ടാകുന്നവരെ കണ്ടു കിട്ടി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീണ്ടും കാറിലേക്ക് വരികയാണ്. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. പോകുന്ന വഴിക്ക് ഒരുപാട് തെങ്ങിൻ തോട്ടങ്ങൾ കാണാൻ കഴിയും. അത് നിറച്ച് കായ്ഫലമുള്ള തെങ്ങുകളാണ് കൂടുതലുമുള്ളത്. നമ്മളെ കേരളത്തിൽ നിന്നൊക്കെ ഇപ്പം അത് കാണാൻ വളരെ റെയറാണ്. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ നല്ലൊരു ഹോട്ടലിലൂടെ തിരിയുകയാണ്. (2006) ഞാൻ ആദ്യമായി വന്നത്. അതും KSRTC ബസ്സിൽ. അന്ന് വന്ന അതേ ആവശ്യത്തിനാണ് വീണ്ടും ഞാൻ എത്തിയിരിക്കുന്നത്. അതിനുള്ളിൽ ഏകദേശം 100 പ്രാവശ്യം ഞാൻ തെങ്കാശി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ പ്രാവശ്യം വരുമ്പോഴും ഒരു ഫീല് അനുഭവപ്പെടുന്നുണ്ട് ഈ ഒരു മണ്ണിൽ. എന്തായാലും നമ്മൾ ബസാറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി അകത്ത് കയറിയിട്ട് നമുക്കൊരു പാർക്കിംഗ് റെഡിയാക്കണം. അങ്ങനെ ഞങ്ങൾക്ക് പാർക്കിംഗ് കിട്ടിയിട്ടുണ്ട്. നേരെ ഈ കാണുന്നതാണ് തെങ്കാശി ബസാറിനുള്ള ക്ഷേത്രം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ വേറെ ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് നേരെ നമുക്ക്
ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അങ്ങനെ ഹോട്ടലിലേക്ക് നടന്നു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. നമ്മൾ നേരെ ഷോപ്പിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഷോപ്പിൽ നിന്നാണ് നമ്മളിന്ന് പർച്ചേസ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ഇലക്ട്രിക്കൽ ഷോപ്പിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ക്ലയൻറ്റിൻ്റെ ആവശ്യപ്രകാരമാണ് ഈ ഷോപ്പ് തിരഞ്ഞെടുത്തത്. ഈ ഷോപ്പിൻ്റെ പേര് മോഡേൺ ഇലക്ട്രിക്കൽ വേൾഡ് എന്നാണ്. ഇലക്ട്രിക്കൽ പ്ലംബിങ്ങിൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സാധനങ്ങൾ അവർ കളക്ട് ചെയ്യുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഷോപ്പിൽ വരുന്നത്. നമ്മളെ ബസാറിനുള്ള ഒരുപാട് ഷോപ്പുകളുണ്ട്. അപ്പോൾ നമ്മളെ സ്റ്റാഫുകാരൊക്കെ സംസാരിച്ചപ്പം ഒരുപാട് മലയാളികൾ ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകണമെന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മൾ സാധനങ്ങൾ അവർ വളരെ ഫാസ്റ്റായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പുറത്തു വന്ന് ഒരു ചായ കുടിച്ചു. അതിനുശേഷം ഞാനും സലിം കാക്കായും കൂടി നേരെ നമ്മുടെ വണ്ടി കിടക്കുന്ന സ്ഥലത്തേക്ക് പോയി. അപ്പോൾ നമ്മൾ 4 പേര് വന്നെങ്കിലും ഒരാൾ നമ്മളെ കൂടെ ഇല്ല. അപ്പോൾ കടയിൽ സലാം കാക്കയുണ്ട്. വീണ്ടും നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഷോപ്പിലെത്തി പൈസയൊക്കെ അടച്ചു. അതിനുശേഷം സാധനങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റി. അപ്പോഴേക്കും നമ്മുടെ നാട്ടിൽ കുറച്ച് സുഹൃത്തുക്കൾ അവിടെ ഇലക്ട്രിക്കൽ സാധനം വാങ്ങാൻ വേണ്ടി വന്നിരുന്നു. അവരുടെ യാത്ര പറഞ്ഞ് ഞങ്ങൾ വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ തെങ്കാശി ബസാറിൽ നിന്ന് തിരിച്ചിറങ്ങി വരുന്ന സ്ഥലങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ തെങ്കാശി ബസാറും പിന്നിട്ട് നമ്മുടെ നാട്ടിലേക്ക് വേഗം വരികയാണ്. ഇതിനു മുമ്പും ഞാൻ തെങ്കാശി വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മളെ ചാനൽ കയറി കാണുക. ഇന്നത്തെ തെങ്കാശി യാത്ര ശരിക്കും ഞാൻ വ്ളോഗ് ചെയ്യാൻ വേണ്ടി പോയതല്ല. എന്നാൽ രാവിലെ മുതലുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സലീമാക്ക് പറഞ്ഞു അതൊരു വ്ളോഗായിട്ട് ചാനലിൽ ഇട്ടുകൂടെയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, നമ്മൾ വ്ളോഗായിട്ട് ചാനലിടാം. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ മുന്നിലെത്തിക്കുന്നത്. എന്തായാലും നമുക്ക് ഇനി ഒരു പ്രാവശ്യം കൂടി തെങ്കാശി വരേണ്ടി വരും. കാരണം നമ്മൾ ബസാറിനുള്ളിലൊരു ക്ഷേത്രത്തിലെ കുറിച്ച് വീഡിയോകളൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് പെർമിഷൻ കിട്ടിയില്ല. ഒരു ദിവസം വിളിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വ്ലോഗ് കൂടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. നമ്മളങ്ങനെ ചെങ്കോട്ടയം മിനിറ്റ് പുളിയറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുളിയറയാണ് നമ്മളെ ചെക്ക് പോസ്റ്റ് വരുന്നത്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കേരളമായി. ഈ സ്ഥലത്ത് നമ്മൾ രാവിലെ തെങ്കാശിയിലേക്ക് പോയ സമയത്തും വണ്ടി നിർത്തിയിരുന്നു. എന്നാൽ തിരിച്ചു വന്നപ്പോൾ നിർത്താതെ പോകാൻ തോന്നിയില്ല. അത്ര ബ്യൂട്ടിഫുള്ളാണ് ഈ ഒരു പ്രദേശം. ഞങ്ങളങ്ങനെ ചെക്ക് പോസ്റ്റ് കടന്നു. ഇനി നമ്മൾ പോകുന്നത് എസ് വളവിലേക്കാണ്. ഈ വളവ് കഴിഞ്ഞാൽ പിന്നെ ഒരു കയറ്റമാണ്. കയറ്റം കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കേരളത്തിൻ്റെ അതിർത്തി ആയി.
അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റ് കടന്നു നേരെ തെമ്മലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എവിടെയെങ്കിലും വണ്ടി നിർത്തിയിട്ട് ചായ കുടിക്കണം. നേരം ഇരുട്ടി തുടങ്ങി. അങ്ങനെ നമ്മൾ നമ്മുടെ നാട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് നല്ല രീതിയിൽ എല്ലാവരും എൻജോയ് ചെയ്തു. അപ്പോൾ എൻ്റെ ചാനലിൽ വീണ്ടും വീഡിയോ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇടില്ലായിരുന്നു, സമയമില്ലാത്തതിൻ്റെ കേസ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എന്തായാലും ഇനി നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തായാലും വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ബായ്.